അഹമ്മദാബാദ് വിമാന ദുരന്തം എത്ര ചർച്ച ചെയ്താലും അതിൻ്റെ ദുരൂഹതകൾ പുറത്തു വരുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഒരു പ്രാഥമിക വിവരം പോലും വ്യോമയാന മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളത്. ബ്ലാക്ക് ബോക്സ്, തകരാത്ത ബ്ലാക്ക് ബോക്സ് എങ്ങനെ തകർന്നു? അതൊരു വലിയ ചോദ്യമാണ്. 2 ബ്ലാക്ക് ബോക്സുകൾ കിട്ടി. ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം? ഈ 274 പേരുടെ ജീവൻ എങ്ങനെയാണ് പോയത് എന്നതിൻ്റെ എന്തെങ്കിലും, ഈ ഒരാൾ രക്ഷപ്പെട്ടത് എങ്ങനെയാണ്, അതിൻ്റെ എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ കിട്ടാൻ എന്തെങ്കിലും സാധ്യതകളുണ്ടോ? നിലവിൽ 2 ബ്ലാക്ക് ബോക്സ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഒരെണ്ണം കണ്ടെത്തിയത് ജൂൺ 13-ന്, ഒരെണ്ണം കണ്ടെത്തിയത് ജൂൺ 16. 3 ദിവസത്തെ ഗ്യാപ്പിലാണ് 2 ബ്ലാക്ക് ബോക്സും കിട്ടിയത്. അതിൽ ഒരു ബ്ലാക്ക് ബോക്സ് വിമാനത്തിൻ്റെ പിൻഭാഗത്തും ഒരു ബ്ലാക്ക് ബോക്സ് അതിൻ്റെ മുൻഭാഗത്തും ഉള്ള നിലയിലാണ് ഘടിപ്പിച്ചിരുന്നത്. അത് 2 നമുക്ക് കിട്ടി. പക്ഷേ ഇപ്പോൾ ഇത് കിട്ടി, ഈ നായ്ക്ക് പുതിയാൻ തേങ്ങ കിട്ടിയ അവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. കാര്യം അത് ഈ പറയുന്ന ബ്ലാക്ക് ബോക്സ് അതിന് സാങ്കേതിക തകരാറുണ്ട്, അത് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ആ പൂർണ്ണ യോഗ്യമായ അവസ്ഥയിലല്ല ഇപ്പോൾ കിട്ടിയേക്കുന്നത്. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, സാധാരണ ഈ ബ്ലാക്ക് ബോക്സ് തകരാറുണ്ടോ ഇങ്ങനെ വിമാനം തകരുമ്പോൾ? അതായത് വലിയ രീതിയിലുള്ള തീയും പ്രതികൂലമായ കാലാവസ്ഥയൊക്കെ അതിജീവിക്കാൻ പര്യാപ്തമായ രീതിയിലാണ് ഈ ബ്ലാക്ക് ബോക്സ് തയ്യാറാക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഇവിടെ ഈ ഘട്ടത്തിൽ ഏത് തരത്തിലുള്ള സാങ്കേതിക തകരാറാണ് അതിന് പറ്റിയത് എന്നുള്ളത് നമുക്കറിയില്ല. ചിലപ്പോൾ ഈ തീപിടുത്തത്തിൽ അതിന് ഗുരുതരമായ കേടുപാട് പറ്റിയിട്ടുണ്ടാകാം, അതുകൊണ്ടായിരിക്കണം. എന്തായാലും എത്ര കേടുപാട് പറ്റിയാണെങ്കിലും അതിൻ്റെ ഉള്ളിലുള്ള ഡാറ്റ അത് സേഫ് ആയിരിക്കുമെന്നാണ് ഇതുവരെയുള്ള നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ അത് ഡീകോഡ് ചെയ്താൽ അപകട കാരണം എന്തെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇപ്പോഴുള്ള നിഗമനം. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം, മുൻപ് അതായത് ഇന്ത്യയിലെ ഏറ്റവും ഒടുവിൽ നടന്ന യാത്രാ വിമാന അപകടം എന്ന് പറയുന്നത് നമ്മുടെ കോഴിക്കോട് നടന്ന വിമാനാപകടമാണ്. അന്ന് ഈ ഡാറ്റ റെക്കോർഡർ അല്ലെങ്കിൽ ബ്ലാക്ക് ബോക്സ് അമേരിക്കയിൽ കൊണ്ടുപോയി അവിടുത്തെ ലാബിലാണ് ഇന്ത്യൻ അംബാസഡറുടെ സാന്നിധ്യത്തിലാണ് ഡീകോഡ് ചെയ്ത് അപകട കാരണം അതേപോലുള്ള കാര്യങ്ങളൊക്കെ ശേഖരിച്ചത്. ഇപ്പോൾ ഇവിടെ ഇന്ത്യയിൽ ഇത്തരം ഈ എയർക്രാഫ്റ്റ് ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് ഒരു ലാബ് സജ്ജീകരിച്ചിട്ടുണ്ട്. 9 കോടി രൂപ മുതൽ മുടക്കി. ഈ പറയുന്ന ബ്ലാക്ക് ബോക്സ് അവിടെ കൊടുത്ത് ഡീകോഡ് ചെയ്യണോ അതോ ഇനി അമേരിക്കയിൽ തന്നെ കൊണ്ടുപോകണോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. ഈ അപകടം കഴിഞ്ഞ് ഏതാണ്ട് ഒരാഴ്ച പിന്നിട്ടു, ഇപ്പോഴും ആ കാര്യത്തിൽ പോലും തീരുമാനമായിട്ടില്ല. ഏറ്റവും ഗുരുതരമായ ചില ആരോപണങ്ങളും ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. അതായത് നമ്മുടെ ഈ ട്രാൻസ്പോർട്ട് ആൻഡ് ടൂറിസം ആ മേഖലയിലുള്ള ഒരു പാർലമെൻ്ററി സമിതി ഒരു റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതിൽ പ്രകാരം നമ്മുടെ ഈ വ്യോമയാന മേഖല, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വ്യോമയാന രംഗത്ത് 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാഷ്ട്രമാണ്. അതിന് മാത്രം വിമാന സർവീസുകൾ നമുക്ക് നടക്കുന്നുണ്ട്. എന്നിട്ട് പോലും ഇതിൻ്റെ സുരക്ഷാ കാര്യങ്ങളിൽ നമ്മൾ കാര്യമായ ബജറ്റ് അലോക്കേഷൻ കൊടുത്തിട്ടില്ല. കാര്യമായ തുക അത്തരം കാര്യങ്ങളിൽ നമ്മൾ ചിലവഴിച്ചിട്ടില്ല. ഇപ്പോൾ DGCA, ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻസ്, ആ വിഭാഗത്തിന് ഏതാണ്ട് 30 കോടി രൂപയാണ് ബജറ്റ് അലോക്കേഷനായിട്ട് കൊടുത്തത്. എയർക്രാഫ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ആ വിഭാഗത്തിന് കൊടുത്തേക്കുന്ന 20 കോടി രൂപയാണ്. ഇനി ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻസ് എന്ന് പറയുന്ന അതും ഇതേപോലെ വിമാന അപകടങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നൊരു സമിതിയാണ്. അതിന് കൊടുത്തേക്കുന്നതും 15 കോടി രൂപ. ഇത് ഈ ബജറ്റ് അലോക്കേഷൻ കുറവായതുകൊണ്ട് തന്നെ ഈ 3 വിഭാഗങ്ങളിലും ജീവനക്കാരുടെ എണ്ണം വളരെ കുറവാണ്. ഇപ്പോൾ DGCAയിൽ ഏതാണ്ട് 53% ജീവനക്കാരുടെ കുറവുണ്ട്. എയർക്രാഫ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയിൽ 17%, ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻസിൽ 35% ജീവനക്കാരുടെ കുറവുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വിമാന അപകടത്തിൻ്റെ യഥാർത്ഥ കാരണം എന്തെന്ന് മനസ്സിലാക്കാൻ, നമ്മുടെ സ്വന്തം നിലയിൽ മനസ്സിലാക്കാനുള്ള പരിമിതികളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കാര്യം ഒന്നാമത്തെ കാര്യം, നമ്മൾ ലാബ് സെറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. അവിടെ ഏത് തരത്തിൽ അതിൽ നിന്നുള്ള വിവരം കിട്ടും എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ധാരണയില്ല. ഇല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രാജ്യത്തിൻ്റെ സഹായം തേടേണ്ടി വരും. നമ്മുടെ നിലവിലുള്ള സംവിധാനത്തിന് ഇങ്ങനെ ചില അപാകതകൾ കൂടിയുണ്ട്. ഇനിയിപ്പോൾ വേറെ റിപ്പോർട്ട് വന്നേക്കുന്നത്, ബോയിങ്, ഈ വിമാനം നിർമ്മിച്ച ബോയിങ്ങിൻ്റെ അധികൃതർ ഇന്ത്യയിൽ വന്ന് പ്രാഥമികമായി വിവരശേഖരണം നടത്തി. അപ്പോൾ ഇവരെ ഉദ്ധരിച്ച്, ബോയിങ്ങിൻ്റെ അധികൃതരെ ഉദ്ധരിച്ച് വാൾ സ്ട്രീറ്റ് ജേണൽ, അമേരിക്കയിൽ നിന്നുള്ളൊരു മാധ്യമമാണ്, അവരൊരു വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ വിമാനം പറന്നിറങ്ങിയ സമയത്ത് അസ്വാഭാവികമായ ശബ്ദം കേട്ടു എന്നുള്ള വിവരം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതിന് റാറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏകദേശം അവർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബോയിങ് റാറ്റ് എന്ന് പറഞ്ഞാൽ അടിയന്തര സാഹചര്യത്തിൽ വിമാനത്തിൻ്റെ ഈ ഇലക്ട്രിക്കൽ സർക്യൂട്ടൊക്കെ പൂർണ്ണമായും തകരാറിലായി വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന സമയത്ത് അപ്പോഴത്തെ എമർജൻസി അടിയന്തര ആവശ്യത്തിന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടർബൈനാണ് ഈ റാറ്റ് എന്ന് പറയുന്നത്, RAT. അപ്പോൾ ഈ റാറ്റിൻ്റെ മുഴുവൻ പേര് റാം എയർ ടർബൈൻ എന്നാണ്.
ഒരു പമ്പരം പോലെ വിമാനത്തിൻ്റെ ഈ കോക്പിറ്റിൻ്റെ പുറകിൽ നിന്ന് പമ്പരം പോലെ താഴേക്ക് ഒരു ഡോറ് തുറന്ന് താഴേക്ക് വന്ന് ഒരു പമ്പരം പോലെ കറങ്ങുന്ന സാധനമാണ് ഈ റാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് ബോയിങ് അധികൃതർ സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം, ഈ വിമാനം തകരുന്ന സമയത്ത് ഇതിൻ്റെ വിമാനത്തിനുള്ളിലെ വൈദ്യുതി ബന്ധം ഏകദേശം വിച്ഛേദിക്കപ്പെട്ടിരുന്നു. സാങ്കേതിക തകരാറാണോ മറ്റെന്തെങ്കിലും അട്ടിമറിയാണോ എന്നുള്ളത് നമുക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഏതായാലും വൈദ്യുതി ബന്ധം നിലച്ചിരുന്നു വിമാനത്തിനുള്ളിൽ. ഈ പറയുന്ന വിമാനം പറന്നുയർന്ന് 33 സെക്കൻഡിനുള്ളിൽ തകർന്നു വീണു. അതിനുള്ളിൽ ഈ പൈലറ്റ് നമ്മുടെ എയർ ട്രാഫിക് കൺട്രോളിലോട്ട് അപായ സന്ദേശം അയച്ചു. പിന്നീട് ബന്ധപ്പെടുമ്പോൾ ഈ പറയുന്ന വിമാനത്തിൻ്റെ റേഡിയോ ട്രാൻസ്മിറ്റർ വർക്ക് ചെയ്യുന്നില്ല. അതിനുശേഷമാണ് ഇത് തകർന്നു വീഴുന്നത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, വിമാനം തകർന്നു വീഴുന്ന സമയത്ത് അതിൻ്റെ അകത്തുള്ള വൈദ്യുതി ബന്ധങ്ങൾ നിലച്ചിരുന്നു. ആ രക്ഷപ്പെട്ടയാളുടെ മൊഴിയിലും അക്കാര്യം പറയുന്നുണ്ട്. അയാൾ പറയുന്നുണ്ട്, വിമാനം തകരുന്നതിന് മുൻപ് അവിടെ വെട്ടം ഇല്ലാണ്ടായി പച്ചയും ചുവപ്പും ആ നിറത്തിലുള്ള വിളക്കുകൾ മാത്രമേ കാണൂ. അത് ഈ അടിയന്തര സാഹചര്യത്തിൽ ഈ ഇതുണ്ടല്ലോ എമർജൻസി എക്സിറ്റ്, അതിലോട്ടുള്ള വഴി യാത്രക്കാർക്ക് സൂചന നൽകാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് ഈ നിറത്തിലുള്ള ലൈറ്റുകൾ. അപ്പോൾ വിമാനം പെട്ടെന്നുണ്ടായ ഒരു കേടുപാടല്ല, വിമാനത്തിന് എന്തൊക്കെയോ കുഴപ്പങ്ങൾ സംഭവിച്ചു എന്നുള്ളത് അതിനുള്ളിൽ തന്നെ അപ്പോൾ തന്നെ പൈലറ്റുമാർക്ക് മനസ്സിലായിട്ടുണ്ടാവണം, ഈ യാത്രക്കാർക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാകണം. അവർ വലിയ രീതിയിൽ പാനിക്കായിട്ടുണ്ടാകണം, വലിയ രീതിയിലുള്ള ഒച്ചയും ബഹളമൊക്കെ ആ സമയത്ത് അതിലുണ്ടായിരുന്നിരിക്കണം. അങ്ങനെയാണ് ഈ വിമാനം പിന്നെ മറ്റൊരു നിഗമനം വരുന്നത്, ഇപ്പം നമുക്ക് അതിൽ വൈദ്യുതി ബന്ധം നിലച്ചിരുന്നു എന്നുള്ളത് ഏകദേശം സ്ഥിരീകരിക്കാം. അപ്പോൾ അത് തന്നെ ആകണം ഈ 2 എഞ്ചിനുകളും ഒരേ സമയം പ്രവർത്തനം നിലയ്ക്കാനുള്ള കാരണം. ഇനി അത് തന്നെയാണോ എന്നറിയില്ല, എങ്കിലും നമുക്ക് ആ ഒരു നിഗമനത്തിലേക്ക് എത്താം. അതായത് വിമാനത്തിൻ്റെ വൈദ്യുതി ബന്ധം പൂർണ്ണമായും നിലച്ചു. അതിനെ തുടർന്ന് അതിൻ്റെ എന്തെങ്കിലും സോഫ്റ്റ്വെയർ മാൽ ഫങ്ഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കണം 2 എഞ്ചിനുകളും ഒരേ സമയം പ്രവർത്തനം നിലച്ചത്. അപ്പോൾ 2 എഞ്ചിനുകളും ഒരേ സമയം പ്രവർത്തിക്കാത്തത് കൊണ്ട് തന്നെ ഈ വിമാനത്തിന് ആവശ്യപ്പെടുന്ന ത്രസ്റ്റും ലിഫ്റ്റും കിട്ടിയില്ല. അത് ആ പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോളിനെ ബന്ധപ്പെടുമ്പോൾ പറയുന്നുണ്ട്, നോ ത്രസ്റ്റ് നോ ലിഫ്റ്റ്. അപ്പോൾ സ്വാഭാവികമായും വിമാനം ആ കെട്ടിടത്തിന് മുകളിലേക്ക് പറന്നിറങ്ങുകയായിരുന്നു. ഇതിപ്പോൾ വിശ്വാസ് കുമാറിനെ, അത് ഇന്ന് രക്ഷപ്പെട്ട വിശ്വാസ് കുമാർ ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ കർശന നിയന്ത്രണത്തിലാണ് എന്ന് പറയുന്നു. അപകടത്തെക്കുറിച്ച് അറിയാൻ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുമെന്നും പറയുന്നുണ്ട്. അത്തരത്തിൽ നീങ്ങാനുള്ള ഇപ്പോൾ ഒരു അട്ടിമറി സാധ്യത പൂർണ്ണമായും മനസ്സിലായത് കൊണ്ടായിരിക്കുമോ ഈ ഗ്രൗണ്ട് സ്റ്റാഫുകളെ ചോദ്യം ചെയ്യുന്നു, അവരുടെ ഫോണുകൾ പിടിച്ചെടുക്കുന്നു, വിശ്വാസ് കുമാറിനെ ഇവരുടെ തന്നെ, അതായത് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാധ്യത ഇതിൻ്റെ പരിപാലനത്തിൽ ഈ വിമാനത്തിൻ്റെ അറ്റകുറ്റപ്പണികളടക്കം ചെയ്യുന്നതിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ടാകണം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഗ്രൗണ്ട് ക്ലിയറൻസ് സ്റ്റാഫിനെയൊക്കെ കൃത്യമായി ചോദ്യം ചെയ്യുന്നത്. ഇനി വിശ്വാസ് കുമാറിനെ നമുക്ക് ഈ ഒരു ഘട്ടത്തിലും അയാളെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്താനേ പറ്റുള്ളൂ. അയാളെ കുറ്റം ആരോപിക്കാൻ പറ്റില്ല. കാരണം അയാൾ ഇതെല്ലാം നേരിട്ട് കണ്ട ഒരാളാണ്, ഒരു ദൃക്സാക്ഷിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥർ അയാൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കുകയായിരിക്കും. അയാളെ കുറ്റവാളി എന്ന നിലയിലായിരിക്കില്ല ചിത്രീകരിക്കുക. എന്താണ് ആ വിമാനത്തിനുള്ളിൽ ആ സമയം നടന്നത്, അത്തരം ദൃക്സാക്ഷി മൊഴി ഈ അപകടത്തിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാൻ സഹായകരമാകും. പിന്നെ ഇപ്പോൾ മറ്റൊരു സംഗതിയും കൂടി ഇതിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. ഈ അപകടത്തിൽപ്പെട്ട ഡ്രീം ലൈനർ, അത് 11 വർഷത്തിനിടയിൽ ആദ്യത്തെ വലിയ അപകടമാണ്. അത് ആ ഒരു സെക്ടറിനെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ എയർ ഇന്ത്യ ഈ ഡ്രീം ലൈനർ വിമാനങ്ങളുടെ സർവീസുകൾ വെട്ടിക്കുറച്ചിട്ടുണ്ട്. ഏതാണ്ട് ജൂൺ 21 മുതൽ ജൂലൈ 15 വരെയുള്ള വരുന്ന 21 മുതൽ ജൂലൈ 15 വരെയുള്ള കാലയളവിൽ ഏതാണ്ട് 16 അന്താരാഷ്ട്ര സർവീസുകൾ എയർ ഇന്ത്യ വേണ്ടെന്ന് വെച്ചു. ഈ ഡ്രീം ലൈനർ വഴി നടത്തുന്ന സർവീസുകളാണ്. അപ്പോൾ ഇതെന്താണ് ഈ അപകടം ഉണ്ടായി, അപകട കാരണം എന്തെന്ന് കൃത്യമായി നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെയും ചില തിരിച്ചടികൾ അതിനിടയിൽ നടക്കുന്നുണ്ട്. നമ്മുടെ വിമാന സർവീസുകളെ അത് കാര്യമായി ബാധിക്കുന്നു. യാത്രക്കാർക്ക് വലിയ ദുരിതം ഉണ്ടാകുന്നു. അടിയന്തര ആവശ്യങ്ങൾക്ക് പോകേണ്ടവർക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ വിമാനം സർവീസ് റദ്ദാക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഏതായാലും അപകടം നടന്നിട്ട് എത്രയും പെട്ടെന്ന് അതിൻ്റെ കാര്യങ്ങൾ, എന്താണ് അതിൻ്റെ യഥാർത്ഥ കാരണമെന്നും ഇതിനി ആവർത്തിക്കാതിരിക്കാൻ എന്താണ് നടപടി എന്നുള്ളതും അധികൃതർ ഉടനെ തന്നെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും.